ഹായ് ദിസ് ഡി ടി എച്ച് ഒരു സാധാരണ സിനിമാ പ്രേമിയുടെ ഫിലിം റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം. ആസിഫ് അലിയുടെ രേഖ ചിത്രം. ആസിഫ് അലി, ആൻഷുര രാജൻ, മനോജ് കെ ജയൻ, സിദ്ദിഖ്, സായ്കുമാർ, ഹരിശ്രീ അശോകൻ, സരിൻ ഷിഹാബ്, ജഗദീഷ് തുടങ്ങിയ വൻ താരനിര. അതുകൂടാതെ പല ക്യാമിയോസ്, അതുകൂടാതെ ഒരു മെഗാ സർപ്രൈസ് ഉണ്ടെന്നും ഇല്ലെന്നും ഞാൻ പറയുന്നില്ല. ജോഫിൻ ടി ചാക്കോയുടെ സംവിധാനം, പ്രീസ്റ്റ് എടുത്ത ജോഫിൻ ടി ചാക്കോ. ഇതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത് ജോൺ മന്ത്രിക്കലും രാമു സുനിലുമാണ്. ഗംഭീരം. ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത് അപ്പു പ്രഭാകറാണ്. ലെവൽ ക്രോസിൻ്റെ സിനിമാറ്റോഗ്രാഫി ചെയ്ത അപ്പു പ്രഭാകർ. അതുപോലെ കിഷ്കിന്ദ കാണ്ഡത്തിൻ്റെ അതേ മ്യൂസിക് ഡയറക്ടറാണ് മുജീബാണ് ഇതിൻ്റെയും മ്യൂസിക് ഡയറക്ടർ. വളരെ നല്ലൊരു പടം. ആസിഫ് അലി 2024 തുടങ്ങി വെച്ച തേരോട്ടം, അതായത് ബ്രേക്കിന് ശേഷം, അതായത് ഒരു കുറേ നല്ല പടങ്ങൾ ഇല്ലാതെ പോയ ഒരു ഫേസിന് ശേഷം 2024 അദ്ദേഹം തുടങ്ങിയ തേരോട്ടം, പടയോട്ടം 2025 അദ്ദേഹം തുടരുന്നു. ആസിഫ് അലിയുടെ കിഷ്കിന്ദ കാണ്ഡം, തലവൻ, ലെവൽ ക്രോസ് എന്നതിന് ശേഷം പുള്ളി ഡെലിവേഴ്സ് യെറ്റ് അനദർ ഹിറ്റ്. ഇനി ബ്ലോക്ക് ബസ്റ്റർ ആയില്ലെങ്കിൽ പോലും, ഹിറ്റ് അല്ലെങ്കിൽ ബോക്സ് ഓഫീസിൽ ഹിറ്റ് ആയില്ലെങ്കിൽ പോലും, ഹി ഡെലിവേഴ്സ് another good performance, another good film. ഇതിന് സ്ക്രിപ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ പ്രത്യേകം അഭിനന്ദനം അർഹിക്കുന്നു. കാരണം ഇതിൽ ഫാക്റ്റ് ഏതാണ് ഫിക്ഷൻ ഏതാണെന്ന് നമുക്ക് അറിയാൻ പാടാണ്. കാരണം ഫാക്റ്റ് ഇതിൽ ഓബ്വിയസ്ലി ഡിസ്ക്ലൈമർ പറയുന്നുണ്ട് ഇത് സാങ്കല്പികമാണെന്ന്. എങ്കിൽ കൂടിയും ഒരുപാട് കഴിഞ്ഞ കാല സിനിമകൾ, ഒരുപാട് കഴിഞ്ഞ കാല സംഭവങ്ങൾ അത് കോർത്തിണക്കി, ഫാക്റ്റും ഫിക്ഷനും കോർത്തിണക്കി ഒരു പ്രത്യേക രീതിയിലുള്ള സ്ക്രിപ്റ്റിംഗ്, ഒരു പ്രത്യേക രീതിയിലുള്ള റൈറ്റിംഗ്, ഒരുപാട് റിസർച്ച് ചെയ്ത് ഒരുപാട് പാടുപെട്ട് എഴുതിയ സ്ക്രിപ്റ്റ് എന്ന് തോന്നിപ്പിക്കുന്ന കഥ, തിരക്കഥ. അതുതന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ, ഈ പടത്തിൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത്തും. ഞാൻ നേരത്തെ പറഞ്ഞ ഒരുപാട് ക്യാമിയോസ് ഉണ്ട്. ആ ഒരുപാട് ക്യാമിയോസ് വരാൻ കാരണം അത് ഇടിച്ചു കയറ്റിയൊന്നുമല്ല, ഒരു പ്രത്യേക രീതിയിലാണ് സ്ക്രിപ്റ്റിംഗ് ചെയ്തിരിക്കുന്നത്. ആ സ്ക്രിപ്റ്റിങ്ങിന് ഇതിലൂടെ കടന്നു പോയേ പറ്റൂ. അത് മനോഹരമായി സ്ക്രിപ്റ്റ് റൈറ്റേഴ്സും ഡയറക്ടറും മനോഹരമായി അത് കോർത്തിണക്കിയിരിക്കുന്നു. ആ ഒരു ഭയങ്കര ഇഴചേർന്നിരിക്കുവാണ് ഫാക്റ്റും ഫിക്ഷനും എല്ലാം. അത് മാത്രമല്ല, പലപ്പോഴും റിയൽ നെയിംസ് ഉപയോഗിക്കുന്നു. പൊതുവെ മലയാള സിനിമയിൽ ധൈര്യം കാണിക്കാത്ത രീതിയിൽ ഒരു കഥ പോകുന്നു. ഇതിന് ഉറപ്പാണ് പലരുടെ അനുവാദം വേണ്ടി വരും ഇങ്ങനൊരു കഥ എഴുതാൻ. ഇങ്ങനൊരു സിനിമ പുറത്തു കൊണ്ടുവരാൻ പലരുടെയും സഹായവും പലരുടെയും കടപ്പാടും വേണ്ടി വരും. ആ കടപ്പാടെല്ലാം അവർ സിനിമയുടെ അവസാനം കാണിക്കുന്നുമുണ്ട്, പറയുന്നുമുണ്ട്. ആസിഫ് അലി പതിവ് പോലെ ഗംഭീരമായ അഭിനയം. ഇന്ദ്രൻസ് വളരെ ചെറിയ റോളാണെങ്കിലും ഗംഭീരമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ ശരിക്കും കഥയിൽ മുഴുകിപ്പോകും നമ്മൾ. അങ്ങനത്തെ വളരെ ചുരുക്കം സന്ദർഭങ്ങളല്ലാതെ, അതായത് ഒരു ക്രൈം ത്രില്ലർ ആണെങ്കിലും ചില സന്ദർഭങ്ങളിൽ നമുക്ക് തോന്നും ഇത് നമ്മൾ ചില സ്ഥലങ്ങളിൽ കണ്ട കഥയാണല്ലോ, ചില പടങ്ങളിൽ കണ്ട ഒരു തീമാണല്ലോ, അല്ലെങ്കിൽ കണ്ട ഒരു ട്രോപ്പാണല്ലോ എന്നൊക്കെ തോന്നുമെങ്കിലും ഇറ്റ് കംസ് ബാക്ക്. അതായത് വേറെ ഒരു രീതിയിൽ നമ്മൾ ഞെട്ടിപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ വേറൊരു തരത്തിൽ നമ്മൾ അതിശയിപ്പിച്ചുകൊണ്ടാണ് കഥ പല രീതിയിൽ പോകും. ഓബ്വിയസ്ലി ഇതൊരു ക്ലാസിക് പടം എന്നൊന്നും പറയാൻ പറ്റത്തില്ല, പക്ഷേ ഒരുപാട് ചെറിയ വീക്ക്നെസ്സസ് ഉണ്ട്. പക്ഷേ അതെല്ലാം നമ്മൾ മറക്കാൻ തയ്യാറാവും. കാരണം ആ രീതിയിലാണ് ഇതിൻ്റെ വീണ്ടും ഞാൻ സ്ക്രിപ്റ്റിങ്ങിലേക്ക് വരുന്ന ആ ഒരു ഈ പ്രത്യേകതയുള്ള സ്ക്രിപ്റ്റാണ് അത്. ഞാൻ അധികം മലയാള സിനിമകളിൽ കാണാത്ത തരത്തിലുള്ള ഒരു സ്ക്രിപ്റ്റിങ്ങും റിസർച്ചിങ്ങുമാണ് അത് എങ്ങനെ ചെയ്തു എന്ന് നോക്കണമെങ്കിൽ ഈ സ്ക്രിപ്റ്റായിട്ട് സംസാരിക്കേണ്ടി വരും. അല്ലെങ്കിൽ ഈ പടം ഒരുപക്ഷെ ഒന്നുകൂടെ കാണേണ്ടി വരും. കാരണം നമ്മൾ ഫാക്റ്റൊക്കെ ചെക്ക് ചെയ്തിട്ട് പിന്നെയും തിരിച്ചു പോകേണ്ടി വരുമോ എന്നൊക്കെ ഒരു ജസ്റ്റ് ഫോർ ദ ഫൺ ഓഫ് ഇറ്റ്. അതായത് അത് ശരിയാണോ തെറ്റാണോ നോക്കാനല്ല, ഇത് പ്യൂർലി ഒരു വർക്ക് ഓഫ് ഫിക്ഷൻ അവർ പറയുന്നുണ്ട്, നമുക്ക് അങ്ങനെ എടുക്കുകയും ചെയ്യാം. അങ്ങനെ ആസിഫ് അലി വളരെ നല്ല ഒരു പടത്തിലൂടെ ഈ വർഷം തുടക്കം കുറിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇനിയും അദ്ദേഹത്തിൽ നിന്ന് വലിയ പടങ്ങൾ പ്രതീക്ഷിക്കാം, നല്ല പടങ്ങൾ പ്രതീക്ഷിക്കാം എന്നുള്ളൊരു ഹോപ്പാണ് ഈ സിനിമ നമുക്ക് തരുന്നത്. 4 stars out of 5 for രേഖാ ചിത്രം. Thanks for watching.